ഗായ്സ്, എല്ലാവർക്കും ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലോട്ട് വീണ്ടും സ്വാഗതം. ആദ്യമായിട്ട് വീഡിയോ ഉള്ളവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തുടർന്ന് കണ്ട ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്താൽ ഞങ്ങളിടുന്ന വീഡിയോ ആദ്യം നോട്ടിഫിക്കേഷനായി കിട്ടുന്നതായിരിക്കും. സോ നമ്മളിപ്പോൾ ഒരു പാലക്കാടൻ വൈബിലോട്ട് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ കൊല്ലംകോട് എന്ന സ്ഥലത്ത് പോകാൻ വേണ്ടി പോണ്. ചിലപ്പോൾ കൊല്ലംകോടായിരിക്കും, ഇല്ലയെന്നുണ്ടെങ്കിൽ മലമ്പുഴ ഡാമായിരിക്കട്ടെ. എന്തായാലും ഇപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങാണ്. ഉമ്മിപ്പൊക്കെ ഇറങ്ങിയിരിക്കുന്നു, ഇക്കാക്ക് അങ്ങോട്ട് പോയിരിക്കുന്നു. അപ്പോൾ തൽക്കാലത്തേക്ക് നമ്മളെ വീട്ടിനോട് ടാറ്റ ബൈ ബൈ പറയട്ടെ. അനീഫാക്കായിരിക്കുന്നു, അനീഫാക്കായിരുന്നു ചായ അടിക്കുന്നു. ചായ അടിക്കാ. ഓക്കെ, പറഞ്ഞോടി. പാലക്കാട്ടേക്കൊരു യാത്ര നടന്നു വരുന്നു. ഇവരൊക്കെ വണ്ടി കയറിയിട്ടുണ്ട്. ഷെബ്രാഖിയും ഫാമിലിയും വണ്ടി കയറിയിരിക്കുന്നു. തുറക്കു വാൻ. എങ്ങോട്ടാണ് പോണത്? എങ്ങോട്ടാന്ന് പറഞ്ഞിട്ടില്ല. വീട്ടിലിരുന്നിട്ട് കാര്യമില്ല. ഒരു കാര്യമില്ല. അപ്പൊ എന്ത് യാത്ര ചെയ്യാം, മനസ്സ് ക്ലിയർ ആക്കും. വീട്ടിൽ നിന്ന് പലതും ചിന്തിച്ചിട്ട് നമ്മളെ മൈൻഡ് ഇതാവും. അതുകൊണ്ട് എന്ത് ചെയ്യാ, യാത്ര ചെയ്യാം. അപ്പൊ അവിടുന്നല്ല പറഞ്ഞ ഒറ്റ ടീഷർട്ട് ഇല്ല ഇടാൻ. എന്നിട്ട് ഇവിടെ ഒന്ന് വേറെ ടീഷർട്ട് ഇട്ടല്ലോ. നമ്മൾക്ക് ഇങ്ങനെ ഇരിക്കല്ലേ, ഇങ്ങനെ പേടിക്കുക. സമാനുണ്ടല്ലോ. അല്ല, സമാനം പകുതി വൈക്ക് ഇറക്കട്ടാ. ഇച്ചിട്ട് നമുക്ക് പകുതി വൈക്കൊന്നും എടുക്കാനുണ്ട്. സമാൻ ഒരാള് ചവിട്ടിയാൽ പോലും പ്രശ്നമാണ് ഇവിടെ. ടു പാലക്കാട് ജില്ല നമ്മളെ സ്വാഗതം ചെയ്തിരിക്കുകയാണ്. നമ്മളിപ്പോ നേരെ പോണത് നിച്ചുട്ടിനെ വിളിക്കാനായിട്ടാ. നിച്ചുട്ടി എവിടെ ഉള്ള അമ്മച്ചി? നിച്ചുട്ടി ഒന്നും പറഞ്ഞില്ല. നിച്ചുട്ടി നമ്മളെ കുടുംബക്കാരെ വീട്ടില് സ്റ്റേ ആണ്. സമാനോടാ ഗായ്സ്, ഞങ്ങളെ സമ്മാനോടെ സമ്മാനം സബ്സ്ക്രൈബ് ചെയ്യാൻ പറയണ്ട എല്ലാവരോടും. ഇപ്പൊക്കെ ഫ്രണ്ട് കിട്ടുന്നുണ്ട്. ഞാൻ എത്ര ദിവസമായി അതിനെ കണ്ടിട്ട്. ആരാണ് നിക്കണ നോക്ക്. നീച്ച സങ്കടത്തിലാണല്ലേ ദിയ. ഇതാണ് ദിയന്റെ വീടല്ലേ, പുതിയ വീട്. അപ്പൊ വെൽക്കം ടു ഊട്ടിയല്ലേ, വെൽക്കം ടു പാലക്കാട്. നല്ല ചൂട് കൊണ്ട് നമുക്ക് ആസ്വദിച്ചിട്ട് വരാം കൊല്ലംകോട്. ഓക്കെ, ഇങ്ങനെ കൂടെ കാണിക്കണം, അപ്പോഴേ പവർ കൂടുള്ളൂ. നമ്മളിപ്പോ കൊല്ലംകോട് പോണ ഭാഗത്ത് എത്തിക്കണ്ട ഒരു റോട്ടിലാട്ടാ. അവിടെ കാണില്ല, ഫുൾ താറാവുകൾ പോകാണ്ടില്ല അവിടെ കൂടെ. താറാവ് സമാനം എങ്ങനെ സൂപ്പർ അല്ലേ താറാവ്. അവിടെയൊക്കെ വരിയായിട്ട് തുടർന്ന് കുളിക്കണ്. നൈസ് വൈബ്. അവിടെയൊക്കെ നിറച്ച് കുന്നട്ടുണ്ടല്ലേ. കുന്നിൻ ചെരുവിൽ നിന്ന് താറാവുകൾ കുളിക്കുന്നു. അല്ലാതെ സമാന ഗൈസ്, ഇപ്പൊ നമ്മളിവിടെ ഇറങ്ങാൻ വേണ്ടി പോട്ടെ. ഇവിടെ ഇറങ്ങിയിട്ട് ഇവിടുന്ന് ചായ കുടിക്കാൻ വേണ്ടി പോവാണ്. വെറുതെ കറിയാണ് ഗൈസ്, വെറുതെ ഇറങ്ങൂ. നല്ലൊരു സ്ഥലം കണ്ടപ്പോൾ നമ്മളിവിടെ നിർത്തിക്കണ്ട. ഈ കാണുന്ന താത്താൻ്റെ ഷോപ്പിൽ നമ്മൾ ചായ കുടിച്ചിങ്ങാണ്ട് നമ്മൾ നേരെ പോകുന്നതായിരിക്കും. അപ്പോൾ ഇവിടെ ഒരു അടിപൊളി വൈബ് സ്ഥലം കിട്ടിയിരിക്കുന്നു. എടുക്ക എങ്ങനെയുണ്ട്? എന്താണ് പറയുക? എന്താണ് വീട്ടിൽ ഇരുന്നിട്ട് കാര്യമില്ല, ലൈഫ് ആസ്വദിക്കണം. നിറച്ച് താറാവുകൾ കേട്ടോ ഇവിടെ. ഇവര് താറാവിനെ വളർത്തുന്നുണ്ട് തോന്നുന്നു ഇവിടെ. അപ്പൊ എങ്ങനെയുണ്ട്? നല്ല ഒരു അടിപൊളി വൈബ്, രക്ഷയില്ല. അതൊന്നല്ല, അതിന്റെ തൊട്ടടുത്തൊരു കട ഉണ്ട് ഇവിടെ. ആ കടയിൽ നിന്ന് ചായയും കുടിച്ചിട്ട് ഇവിടെ അങ്ങനെ വന്നിങ്ങനെ ഇരിക്കാണ്ടല്ലോ. അതാണ് നമ്മൾ ഉദ്ദേശിച്ചത്. വണ്ടി നമ്മൾ ആ സെയിം വൈബ് കിട്ടിയിരിക്കും. നമ്മളെ നാടൻ വൈബ് നമുക്ക് കിട്ടിയിരിക്കുന്നു. തിരിച്ചിട്ട് ഇതല്ലേ ഈ റോഡ് അടിപൊളിയായിട്ട്. ഇവിടെ നിന്ന് അങ്ങോട്ടല്ല, നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ കൊല്ലംകോട് എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാട്ട പോണത്. ഭയങ്കര പ്രകൃതി ഭംഗി ആയിട്ടുള്ളൊരു സ്ഥലമാണ്. ശ്രദ്ധിക്കട്ടോ. എന്തായാലും ചായ അടിക്കാൻ വേണ്ടി റെഡി ആയിട്ട് ഇരിക്കട്ടാ. ഹലോ ഇത്താത്തിമാണ് ചായ ഉണ്ടാക്കി കൊടുക്കുന്നത്. ഇവരൊരു ചെറിയ ഷോപ്പാട്ടത്. നമ്മൾ കൊല്ലംകോട് പോണ വഴിക്ക് നിർത്തിയതാണ്. എന്താണ് പറയാനുള്ളത്? എങ്ങനെയുണ്ട്? നേരത്തെ ആ സമാന ധൃതിയിൽ നമുക്കൊന്നും പറയാൻ പറ്റിയില്ല. ഒന്ന് പറയാം, എങ്ങനെയുണ്ട്? വൈബ് ഉണ്ടോ? ഇതൊന്നര വൈബില്ലേ. ഈ ആൽമരത്തിന്റെ ചോട്ടിരുന്നിട്ട് ചായ കുടിക്കുമ്പോഴാണ് അവിടെ നിന്ന് വീഡിയോ എടുക്കാൻ ഞാൻ തീരുമാനിച്ചിട്ടുണ്ട. ഇവിടുന്ന് അങ്ങോട്ട് നോക്കുമ്പോൾ കിട്ടുന്നുണ്ട് വണ്ടികളൊക്കെ സോ ഫാസ്റ്റിലായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ അതിൻ്റെ അടിയിൽ നിന്ന് ഒരു റീൽസ് എടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. രായമംഗലം പ്രദേശത്ത് 30 ഏക്കർ സ്ഥലം വിൽപ്പനക്ക്. ചായ ഇട്ടിരിക്കുന്നു. ചായ ഇഷ്ടമായി രണ്ടാക്കും. ചായനെക്കാട്ടി ഇഷ്ടമായത് എനിക്ക് എന്താ അറിയോ, ഈ ഒരു സ്ഥലമാണ്.
സ്ഥലല്ലേ അല്ലാത്ത വൈബ്. ഇനി ഞാൻ അതിനാണ് കൊല്ലംകോട് ഞാൻ ചൂസ് ചെയ്തത്. ബാബു പറഞ്ഞിട്ടുണ്ട് നമ്മളെ ഈ വീഡിയോ നമ്മള് ബാബുവിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു. ബാബു എല്ലാ പ്രാവശ്യം വന്നാലും കൊല്ലംകോട് പോയിട്ട് സ്റ്റാറ്റസ് ഇടുന്നതായിരിക്കും. കണ്ടിങ്ങനെ ശ്രദ്ധിച്ചിക്കണ ഓനക്ക് ഭയങ്കര വൈബിനോട്, നമ്മളെ മാൻബാബു വൈബിനോട് ഭയങ്കര താല്പര്യം. ഓനക്ക് ഗ്രാമപ്രദേശങ്ങളെ ഇഷ്ടം. അല്ല മനസ്സിനൊരു കുളിരാണ്, ഗ്രാമീണ ഭംഗിയാണ് നമ്മ പാലക്കാടിന്റെ വൈബ്. ഈ സ്ഥലത്തിനോട് ടാറ്റ ബൈ ബൈ പറയട്ടെ. ഒരു ഭയങ്കര പ്രകൃതി ഭംഗിയുള്ള സ്ഥലമാണത്. അമ്മ പോവല്ലേ? ഞാൻ അടുത്ത സ്ഥലത്ത് പോവല്ലേ? മുള്ളൂർക്കാരെത്തപ്പോ ഞങ്ങളെ മാതാക്കാരെ പെട്ടെന്ന് ഓർമ്മ വന്നിട്ട് അൺഎക്സ്പെക്ടഡ്ലി ഞങ്ങളെ മാതാക്കാരെ കണ്ടിരിക്കുന്നു. മാതാക്ക നമ്മളെ വെണ്ടിന്റെ ബാക്കിലുണ്ട്. ഞങ്ങളെ മാതാക്ക മാതാക്കാരെ കാണില്ല കേട്ടോ. മാതാക്ക ഞങ്ങള് പോവാനോ നിങ്ങളെ എവിടെയാണ്? ഞങ്ങള് അടുത്ത ആഴ്ച പോവാണ്. മാതാക്കട്ട മുള്ളൂർക്കാരെ മാതാക്ക തന്നെ. അതാണല്ലേ നമ്മള് മാതാക്കനെ നമ്മള് മനസ്സിലാക്കി എടുക്കൂലേ. നമ്മള് ആരാച്ചിട്ടാ സൂപ്പർ സ്ഥലത്തിലൂടെ നമ്മളിങ്ങനെ യാത്ര ചെയ്തോണ്ടിരിക്കുകയാണ് അല്ലേ. ഈ ഡ്രൈവർ ഇരിക്കുന്നു, നമ്മളെ ശിബ്രാക്കാണ് ഡ്രൈവ് ചെയ്തോണ്ടിരിക്കുന്നത്. സ്മൂത്തി ആയിട്ട് ഡ്രൈവ് ചെയ്യുന്നത്. സ്മൂത്തി ഇപ്പൊ ആസ്വദിച്ചോണ്ടിരിക്കട്ടെ. ഓരോ സ്ഥലങ്ങളും ഇപ്പൊ അങ്ങനെ ആസ്വദിച്ചോണ്ട്. ഭൂമി ഇത്രയും അധികം സുന്ദരമായ ഒരു സ്ഥലമാണെന്നാണ് ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ കണ്ട ലൊക്കേഷനിലൂടെയാണ് ഇവരെല്ലാം യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ഏറ്റവും വലിയ രസം. ഞങ്ങളൊരു വെള്ളച്ചാട്ടം കണ്ടപ്പോ കാണാൻ വേണ്ടി ഇറങ്ങട്ടെ. അല്ല ചെറിയൊരു വെള്ളച്ചാട്ടം, നല്ലൊരു വൈബുള്ള സ്ഥലം കണ്ടപ്പോ ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടി ഇറങ്ങിയിരിക്കുന്നു. അതാ വെള്ളച്ചാട്ടം. ഇത് വെള്ളച്ചാട്ടം, ഞങ്ങൾക്ക് ചെറിയൊരു വെള്ളച്ചാട്ടം. നല്ല സൗണ്ട് ഉണ്ട് കേട്ടാ, നല്ലൊരു സൗണ്ട് ഉണ്ട്. ചുറ്റി എങ്ങനെയുണ്ട്? ഇഷ്ടമായ? അടിപൊളി പൊളിയല്ലേ? കൊല്ലംകോട് എത്താനായിരിക്കും നമ്മൾ. ഇനി ഒരു അരമണിക്കൂറും കൂടെ കഴിഞ്ഞ് നമ്മളെ ബാബുവിന്റെ സ്പോട്ടിലെത്തുന്നതായിരിക്കും. ബാബു എന്തുകൊണ്ട് ഇത് ഞങ്ങളോട് മുന്നേ പറഞ്ഞില്ല? ബാബു പറയണ്ടാണ്. ഇങ്ങനത്തെ ഒരു സ്ഥലമല്ല കൊല്ലംകോട്, പോണ സ്ഥലം. എല്ലാരും ഇറങ്ങിക്കട്ടെ, എല്ലാരും കാണാൻ വേണ്ടി ഇറങ്ങിയിരിക്കുന്നു. വണ്ടിയൊക്കെ നല്ല ഫാസ്റ്റിൽ പോയിക്കൊണ്ടിരിക്കുന്ന സ്ഥലമായിട്ടാ. അതല്ലേ സമാൻ എങ്ങനെയുണ്ട്? സൂപ്പർ സൂപ്പർ. പറയൂ. സമാൻ അന്തം വിട്ടിരിക്കുകയാണ്. നാളെ ബർത്ത്ഡേ ആഘോഷിക്കുന്ന സമാൻ ഒരുപാട് ജന്മദിനാശംസകൾ നമ്മൾ നേരാണ് അല്ലേ സമാൻ? സമാൻ ഹാപ്പി ബർത്ത്ഡേ. എങ്ങനെ മഴക്കാലമായോണ്ടാണ് ഇത്. മഴക്കാലത്ത് വരണ്ട കേട്ടോ. വൈബ് ആസ്വദിക്കണമെങ്കിൽ പാലക്കാട് ജില്ലയ്ക്ക് വരണമെങ്കിൽ മഴക്കാലത്ത് വരണം. ചൂട് കാലത്ത് വന്നു കഴിഞ്ഞാൽ പക്ഷെ നല്ല വൈബ്. ഒരു പ്രാവശ്യം ഇതേപോലെ ഞാൻ ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇതേപോലെ ഞാനൊരു ദിവസം പാലക്കാട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അന്ന് എന്ത് ചൂടെന്നറിയോ, ഇവിടെ പാമ്പൻ ചൂടെന്ന്. നമ്മുടെ സത്യം പറഞ്ഞാല് പാലക്കാട് വരാനുള്ള മൂടേ പോയിരുന്നു. പക്ഷെ ഇപ്പൊ വെരി നൈസ് പ്ലേസ്. നമ്മളെ വണ്ടി ഇത് അവിടെ നിൽക്കുന്നു. മൊഞ്ചനായ വണ്ടി നമ്മളവിടെ തന്നെ ഉണ്ട്. ഇവരൊക്കെ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ വണ്ടി ഒന്ന് നമ്മൾ ഒഴിവാക്കി 2000 സാധനം ഇറക്കിയിരിക്കുന്നു. ഇപ്പൊ അങ്ങനെ ആസ്വദിച്ചോണ്ടിരിക്കട്ടോ. ആൾക്ക് ഈ വെള്ളത്തിൽ ഇറങ്ങാൻ വേണ്ടി പൂരി വെച്ചിട്ട് ഇവിടെ നിർത്തിയതാട്ടാ. അപ്പൊ ഉമ്മാന്റെ ഡയലോഗ് ഇങ്ങനെ, 4 ആൾക്ക് നീന്താൻ അറിയില്ല, ഉപ്പാക്ക് മാത്രമേ നീന്താൻ അറിയുള്ളൂ. ഉപ്പാക്ക് നീന്താൻ അറിയോ? നിച്ചോട്ടിക്ക് അറിയാം നീന്താൻ അറിയോ? ഓ എനിക്ക് നീന്താൻ അറിയില്ല കേട്ടാ. നമ്മള് പോത്ത് പോലെ വളർന്നിട്ട് നമുക്ക് നീന്താൻ അറിയില്ല. ഉമ്മാക്ക് നീന്താൻ അറിയോ? അറിയില്ല. ജമാനക്ക് അറിയില്ലടാ. ജമാനെ അറിയോ? നീന്തു. പിക്ചറാണ് നമ്മളെ വീഡിയോയിൽ ഇപ്പൊ വരാൻ വേണ്ടി പോണ കേട്ടാ.
ഈ ഞാറ് പറിക്കണ വീഡിയോ ആണ് ഇപ്പൊ കാണുന്നത്. എന്നിട്ട് അതിന്റെ ശേഷം നാറ് നടാൻ വേണ്ടി പോകുന്നതായിരിക്കും കേട്ടാ. പാലക്കാടൻ വൈബുകളിലൂടെ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. ഒരു ചേട്ടനെ നോക്കിക്കൊണ്ടിരിക്കുന്നു, അവരെങ്ങനെ നോക്കിക്കൊണ്ടിരിക്കട്ടാ. എന്താ വൈബ് എന്നറിയാം. ഈ കലാലയം ഞാൻ കടന്ന നേരം കൈകൊട്ടിയരികിൽ വന്നു നിന്ന് കേളി ഭവനം. ഈ കലാലയം എന്റെ ജീവിതാമൃതം. ഈ കലാലയം എന്റെ ജീവിതാമൃതം. എഴുത്തച്ഛനും ചെറുശ്ശേരിയും പിന്നെ തുഞ്ചനെന്ന പേർ കവികൾ തീർത്ഥരാഗമിൽ വിസ്മയിച്ചതും പിന്നെ പരിചരിച്ചതും ഈ കലാലയം കല തീർത്തൊരങ്കണം. ഈ കലാലയം കല തീർത്തൊരങ്കണം. ഈ വീഡിയോ നമ്മൾ ബാബുവിന് ഡെഡിക്കേറ്റ് ചെയ്യുന്നുണ്ട്. ഈ വീഡിയോ അല്ലേ? അപ്പോൾ നമ്മളിപ്പോൾ എവിടെ എത്താനായിരിക്കുന്നു? കൊല്ലംകോട് എത്താനായിരിക്കും. അപ്പോൾ കൊല്ലംകോടത്തെ വീഡിയോ നമ്മൾ വേറൊരു വ്ളോഗായിട്ട് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നു. അപ്പോൾ എന്തായാലും അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തതിൻ്റെ വീഡിയോ കാണാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ കൊല്ലംകോടൻ വിഷയങ്ങൾ കൊല്ലംകോടൻ ഗ്രാമപ്രദേശം നമ്മൾ അടുത്ത വീഡിയോയിൽ കാണിച്ചു തന്നായിരിക്കും. ബൈ.